ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 2ാമത്തെ യൂണിറ്റാണ്. വ്യാധികൾ പടരാതിരിക്കാൻ എന്നാണ് കേട്ടോ ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്ന പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നമുക്കിതുപോലൊരു ചിത്രം തന്നിട്ടുണ്ട്. നോക്കിക്കേ, ആ ഒരു കുട്ടിയായിട്ട് ആശുപത്രിയിൽ ഒരമ്മ വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? പകർച്ചപ്പനിയാണ്, വീട്ടിൽ വേറെ ആർക്കെങ്കിലും രോഗം വന്നിരുന്നോ എന്ന് ചോദിക്കുന്നു അല്ലേ. അപ്പോൾ അമ്മ പറയുന്നു, എനിക്കും ഇവൻ്റെ ചേച്ചിക്കും ഉണ്ടായിരുന്നു. സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. ഈ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം? അമ്മയ്ക്കും ചേച്ചിക്കും ഉണ്ടായിരുന്നു, അപ്പോൾ അവരിൽ നിന്നുമായിരിക്കും ഈ കുട്ടിക്ക് പനി വന്നത് അല്ലേ. മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്തു ചെയ്യണം? രോഗമുള്ളവരുമായി സമ്പർക്കം പുലർത്താതിരിക്കണം, അതായത് അവരുമായി ഇടപെടാതിരിക്കണം. നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളുടെ പേരുകൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ഏതൊക്കെ രോഗങ്ങൾ അറിയാം മക്കളെ നിങ്ങൾക്ക്? പനി, ജലദോഷം, വയറിളക്കം, ശ്വാസം മുട്ടൽ, തലവേദന, തൊണ്ടവേദന, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങി ഒത്തിരി രോഗങ്ങളുണ്ട് അല്ലേ. അവയെല്ലാം പകരുന്നവയാണോ? അല്ല, എല്ലാം പകരുന്നവയല്ല, ചിലതെല്ലാം പകരുന്നവയാണ്. നിങ്ങൾ എഴുതിയ രോഗങ്ങളെ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ. നോക്കിക്കേ, ഈ പട്ടികയിൽ നമുക്ക് പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും തന്നിട്ടുണ്ട്. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, പിന്നെയോ കോളറ, ടൈഫോയിഡ്, ഇതെല്ലാം പകരുന്ന രോഗങ്ങളാണ് കേട്ടോ. ഇനി പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്? ക്യാൻസർ, പ്രമേഹം, കൊളസ്ട്രോൾ, പ്രഷർ, പിന്നെയോ അപസ്മാരം, ആസ്മ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ രോഗങ്ങൾ എന്താണ്? പകരാത്ത രോഗങ്ങളാണ്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. മഹാമാരികൾ. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയുന്നു. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവ. രോഗമുള്ള ഒരാളുമായി ഇടപഴകുമ്പോൾ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് എന്തായിരിക്കും? വൈറസ്, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളായിരിക്കും അതിന് കാരണം. അവയെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. രോഗകാരികൾ അഥവാ പാത്തോജൻസ്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് വിളിക്കുന്നു. നോക്കിക്കേ, ചിത്രത്തിൽ ആദ്യത്തിൽ ബാക്ടീരിയയുടെ ഒരു മൈക്രോസ്കോപ്പിക് ദൃശ്യമാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തേത് വൈറസിൻ്റെ മൈക്രോസ്കോപ്പിലൂടെയുള്ള ദൃശ്യമാണ് തന്നിട്ടുള്ളത്. സൂക്ഷ്മജീവികൾക്കൊപ്പം എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാവുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോഷമാവ് പുളിപ്പിക്കുന്നത് ചിലയിനം ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. സൂക്ഷ്മജീവികൾ ഉപകാരികളാവുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. 2 നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് തന്നെ എഴുതാം. 1, ദോശമാവ് പുളിപ്പിക്കുന്നു, മണ്ണിലെ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്നു, മോര് തൈരാക്കുന്നു, ചില ബാക്ടീരിയകൾ ഭക്ഷണം ദഹിപ്പിക്കുന്നു, അതുപോലെ ചില ബാക്ടീരിയകൾ നമ്മെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്, പിന്നെയോ പ്രത്യുൽപാദന ആരോഗ്യം നിലനിർത്തുന്നുണ്ട്. ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം. രോഗങ്ങൾ പകരുന്ന വഴി. ചിത്രീകരണം നിരീക്ഷിച്ച് രോഗങ്ങൾ പകരാനുള്ള സാഹചര്യങ്ങൾ കണ്ടെത്തൂ. ചിത്രത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് മക്കളെ? ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഇതുപോലെ തുറന്നു വച്ചിരിക്കുമ്പോൾ, അടക്കാതെ വച്ചിരിക്കുമ്പോൾ ഈച്ച, കൊതുക് തുടങ്ങിയിട്ടുള്ള പ്രാണികളെല്ലാം അതിൽ വന്നിരിക്കുകയും അതുവഴി അവയിലുള്ള ബാക്ടീരിയകളും മറ്റും ഈ ഭക്ഷണത്തിലാവുകയും ആ ഭക്ഷണം നമ്മൾ കഴിക്കുക മൂലം നമ്മുടെ ശരീരത്തിൽ എന്ത് വരുന്നു? ആ ബാക്ടീരിയകളെത്തി അസുഖം
ഉണ്ടാവുകയും ചെയ്യുന്നു. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറയ്ക്കുന്നത് എന്തിനാണ്? നമ്മുടെ ശരീരത്തിലുള്ള നമ്മൾ ചുമയ്ക്കുകയും തുമ്മുകയും ചെയ്യുമ്പോൾ അതുവഴി ആ ബാക്ടീരിയകൾ പുറത്തേക്ക് വന്ന് മറ്റുള്ളവർക്ക് അസുഖം പകരാതിരിക്കാനാണ് നമ്മൾ തൂവാല വച്ച് മറയ്ക്കുന്നത്. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുന്നത് എന്തിനാണ്? നമ്മൾ പറഞ്ഞു, ഈച്ച, കൊതുക് തുടങ്ങിയിട്ടുള്ള പ്രാണികളിൽ നിന്ന് രക്ഷ നേടാൻ. ഈ പ്രാണികൾ ഭക്ഷണത്തിൽ വന്നിരുന്നാൽ അതുവഴി നമുക്ക് എന്തുണ്ടാവുന്നു? പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. ഇനി അടുത്ത പ്രവർത്തനം നോക്കിക്കുക മക്കളെ. രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? ചർച്ച ചെയ്ത് ആശയ ചിത്രീകരണം പൂർത്തിയാക്കൂ. നോക്കിക്കുക, നമുക്കിവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും അവ പരത്തുന്ന രോഗങ്ങളും എന്നാണ് കേട്ടോ. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ ആദ്യം മണ്ണിലൂടെ പകരുന്ന അസുഖങ്ങളാണ് വിരശല്യം, ടെറ്റനസ് മുതലായവ. ഇനി വായുവിലൂടെ പകരുന്നതാണ് ക്ഷയം, ചിക്കൻ പോക്സ്, COVID-19 തുടങ്ങിയവ. ഇനി ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളോ? ടൈഫോയിഡ്, വയറിളക്കം, മഞ്ഞപ്പിത്തം തുടങ്ങിയവയെല്ലാം അങ്ങനെയാണ് പകരുന്നത്. ഇനി രോഗാണുവാഹകരിൽ നിന്ന് ആദ്യത്തെ നോക്കൂ, ഡെങ്കിപ്പനി ഏതിൽ നിന്നാണ് മക്കളെ പകരുന്നത്? ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകാണ് അല്ലേ? അപ്പോൾ കൊതുകിൽ നിന്ന് പരക്കുന്ന മറ്റു രോഗങ്ങളാണ് എന്തൊക്കെ? ചിക്കുൻഗുനിയ, അതുപോലെ മന്ത് തുടങ്ങിയിട്ടുള്ളവയെല്ലാം കേട്ടോ. ഇനി അടുത്തത് ഈച്ചയിൽ നിന്ന് പകരുന്ന രോഗമാണെന്ത്? വയറിളക്കം. പിന്നെ മനുഷ്യരുടെ സമ്പർക്കം വഴി പകരുന്ന രോഗങ്ങളാണ് കുഷ്ഠം, അതുപോലെ ചെങ്കണ്ണ് തുടങ്ങിയവ. ഇനി പക്ഷികൾ വഴി പകരുന്ന രോഗമാണ് പക്ഷിപ്പനി. രോഗങ്ങൾ പകരുന്നത് വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണെന്ന് മനസ്സിലായല്ലോ. രോഗാണുവാഹകരായ ഏതെല്ലാം ജീവികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു? കൊതുക്, ഈച്ച, മനുഷ്യർ, പക്ഷികൾ തുടങ്ങിയവയെല്ലാം എന്താണ്? രോഗാണുവാഹകരാണ്. രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. അതായത് രോഗാണുക്കളെ വഹിക്കുന്നവർ എന്നർത്ഥം. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും. പരിസരം മലിനമാകുമ്പോൾ ചിത്രീകരണം 2.4 നിരീക്ഷിക്കൂ. സമാന സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലുമുണ്ടോ? എന്തൊക്കെയാണ് മക്കളെ ചിത്രത്തിലുള്ളത്? ഒരുപാട് ആളുകൾ വേസ്റ്റ് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതാണല്ലേ. എന്നിട്ട് അതിലെന്തൊക്കെയുണ്ട്? എലി, കൊതുക്, ഈച്ച തുടങ്ങിയിട്ടുള്ള ജീവികളെല്ലാം അതിൽ വന്നിരിക്കുന്നത് നമുക്ക് ചിത്രത്തിൽ കാണാം. നമ്മുടെ ചുറ്റുപാടിലും നമുക്ക് ഇതുപോലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ കാണാൻ കഴിയാറുണ്ടല്ലോ. ഇനി രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എഴുതി നോക്കൂ. നമുക്കിവിടെ രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എന്നിങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് പൂർത്തിയാക്കി നോക്കൂ. ആദ്യത്തേത് ഈച്ചകൾ പെരുകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ് മക്കളെ? കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും ചപ്പുചവറുകളിൽ നിന്നുമാണ് പ്രധാനമായും ഈച്ചകൾ പെരുകുന്നത്. ഇനി കൊതുകോ? ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. ഇനി എലി. വൃത്തിഹീനമായതും മലിനമായതുമായ സാഹചര്യങ്ങളിൽ നിന്നാണ് എലികൾ പെരുകുന്നത്. രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. മാലിന്യങ്ങൾ കുന്നുകൂട്ടിയിടാതെ ഇരിക്കുക, പ്ലാസ്റ്റിക്കുകളും മറ്റും ഉപേക്ഷിക്കാതെ ഇരിക്കുക, വീടുകളിലും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുക, ചിരട്ടകൾ, ചെടിച്ചട്ടികൾ, ടയറുകൾ തുടങ്ങിയവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടാൽ ഉടനെ തന്നെ അത് ഒഴിവാക്കി കളയുക, വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡ്രൈ ഡേ ആചരിക്കുക. കൊതുകിനെ നിയന്ത്രിക്കാം. കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാമല്ലോ. കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ? പോരാ, സമൂഹത്തിലൊട്ടാകെ ഇല്ലാതെയാക്കണം അല്ലേ? ഇനി ഒരു ഈച്ചയും കൊതുകും തമ്മിലുള്ള സംഭാഷണം നോക്കൂ. ഇവിടെ ഇനി രക്ഷയില്ല, മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം. അപ്പോൾ ഈച്ച പറയുന്നു, ഈ പ്രദേശം വൃത്തിയുള്ളതാണ്, നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ്. ചിത്രീകരണം നിരീക്ഷിക്കൂ. കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാമാണ്? സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക, കൊതുകുതിരി, കൊതുക് ബാറ്റ് എന്നിവ ഉപയോഗിക്കുക, കിടക്കുന്ന സമയത്ത് കൊതുക് വലകൾ ഉപയോഗിക്കുക, കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ? ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്.
നോക്കിക്കേ, രോഗങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണെങ്കിൽ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കണം, ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കണം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കണം. ഇനി വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ രോഗിയുമായുള്ള സമ്പർക്കം നമ്മൾ ഒഴിവാക്കണം, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കണം, മാസ്ക് ഉപയോഗിക്കണം, വ്യക്തി ശുചിത്വം പാലിക്കണം. ഇനിയോ, മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ ചെരുപ്പുകൾ ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഇത്രയും മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതാണ്. രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ വീട്, വിദ്യാലയം, ശുചിമുറികൾ എന്നിവയുടെ ശുചിത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം ചെയ്യാം? വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, ശുചിമുറികൾ എല്ലാ ദിവസവും വൃത്തിയാക്കുക, ചപ്പുചവറുകളും മാലിന്യങ്ങളും കുന്നുകൂട്ടിയിടാതെ ഇരിക്കുക, ചെടിച്ചട്ടി, ചിരട്ട, ടയറ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്നിവയിലൊന്നും വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക. വീടിനും വിദ്യാലയങ്ങൾക്കും ചുറ്റുപാടുമുള്ള പുല്ലും പാഴ്ചെടികളുമെല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെട്ടി നശിപ്പിക്കുക. പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും. മനുഷ്യനെ മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കാറുള്ളത്? അല്ല. പത്രവാർത്ത നോക്കിക്കേ, കോഴികൾ കൂട്ടത്തോടെ ചാകുന്നു. പിന്നെയോ, വീണ്ടും പക്ഷിപ്പനി. ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. താറാവുകൾക്ക് പക്ഷിപ്പനി എന്ന സംശയം. അപ്പോൾ ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഒരുപോലെ തന്നെ എന്തുണ്ടാവുന്നുണ്ട്? ഇതുപോലെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിത്രങ്ങൾ നോക്കൂ. ആദ്യത്തേത് നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി, രണ്ടാമത്തേത് പയറിലെ മൊസൈക്ക് രോഗം, മൂന്നാമത്തേത് തെങ്ങിലെ കൂമ്പുചീയൽ. സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. സസ്യരോഗങ്ങൾ. സസ്യരോഗങ്ങളെ ബാക്ടീരിയ രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, വൈറൽ രോഗങ്ങൾ, പരാന്നഭോജികളായ സസ്യരോഗങ്ങൾ എന്നിങ്ങനെ പല വിഭാഗങ്ങളായി തിരിക്കാം. ചെടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് സസ്യരോഗം. ബാക്ടീരിയ, ഫംഗസ് അല്ലെങ്കിൽ വൈറസുകൾ മൂലമുണ്ടാകുന്ന പലതരത്തിലുള്ള സസ്യരോഗങ്ങളുണ്ട്. ചില സസ്യരോഗങ്ങൾ വളരെ ഗുരുതരവും വിളകൾക്ക് വ്യാപകമായ നാശം വരുത്തുകയും ചെയ്യും. മറ്റുള്ളവ ഗുരുതരമല്ലാത്തതിനാൽ ചെടികളുടെ വളർച്ചയിൽ നേരിയ കുറവ് മാത്രമേ ഉണ്ടാകൂ. സസ്യരോഗങ്ങൾ എന്തൊക്കെയാണ്? രോഗാണുക്കൾ, കാലാവസ്ഥ, പോഷകക്കുറവ്, കീടങ്ങൾ, സമ്മർദ്ദം എന്നിവയുൾപ്പെടെ നിരവധി പാരിസ്ഥിതികവും ജൈവപരവുമായ ഘടകങ്ങൾ മൂലമുണ്ടാകുന്ന സസ്യവൈകല്യങ്ങളാണ് സസ്യരോഗങ്ങൾ. ബാക്ടീരിയ, ഫംഗസ്, നെമറ്റോഡുകൾ, ഫൈറ്റോപ്ലാസ്മാസ്, പ്രോട്ടോസോവ, വൈറസുകൾ, വൈറോയിഡുകൾ എന്നിവ ഉൾപ്പെടുന്ന സസ്യരോഗാണുക്കൾ മൂലമാണ് ചില സസ്യരോഗങ്ങൾ ഉണ്ടാകുന്നത്. മണ്ണിൽ വസിക്കുകയും ചെടിയുടെ വേരുകളെ ആക്രമിക്കുകയും ചെയ്യുന്ന സസ്യരോഗാണുക്കളാണ് പല സസ്യരോഗങ്ങൾക്കും കാരണമാകുന്നത്. ചെടിയുടെ ഇലകളുടെയും തണ്ടുകളുടെയും ഉപരിതലത്തിൽ വസിക്കുന്ന സസ്യരോഗാണുക്കൾ മൂലമാണ് ചില സസ്യരോഗങ്ങൾ ഉണ്ടാകുന്നത്. പല സസ്യരോഗങ്ങളും പരത്തുന്നത് മുഞ്ഞ, ഇലപ്പേനുകൾ തുടങ്ങിയ പ്രാണികളാണ്. സസ്യരോഗങ്ങളുടെ വിഭാഗങ്ങൾ. സസ്യരോഗങ്ങളെ ബാക്ടീരിയ രോഗങ്ങൾ, ഫംഗസ് രോഗങ്ങൾ, പരാന്നഭോജികളായ സസ്യരോഗങ്ങൾ, വൈറൽ രോഗങ്ങൾ എന്നിങ്ങനെ പല വിഭാഗങ്ങളായി തിരിക്കാം. രോഗത്തിന് കാരണമാകുന്ന രോഗകാരികളുടെ തരം അനുസരിച്ച് ഓരോ വിഭാഗത്തെയും വേർതിരിച്ചിരിക്കുന്നു. ബാക്ടീരിയ രോഗങ്ങൾ. ചെടികളിലെ ബാക്ടീരിയ രോഗങ്ങൾ സസ്യകോശങ്ങളെ ബാധിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്ന ബാക്ടീരിയകളാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയൽ സസ്യരോഗങ്ങളുടെ സാധാരണ ലക്ഷണങ്ങൾ ഇലപ്പുള്ളികൾ, ബ്ലൈറ്റുകൾ, പിത്താശയങ്ങൾ, ക്യാൻകറുകൾ എന്നിവയാണ്. ചെടിയുടെ ടിഷ്യൂവിന് പരിക്കേൽക്കുമ്പോൾ ബാക്ടീരിയ സസ്യരോഗങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇത് ബാക്ടീരിയയെ ചെടിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നു. അടുത്തതായി ഫംഗസ് രോഗങ്ങൾ. ചെടികളിലെ ഫംഗസ് രോഗങ്ങൾ സസ്യകോശങ്ങളെ ബാധിക്കുകയും രോഗത്തിന് കാരണമാകുകയും ചെയ്യുന്ന ഫംഗസുകളാണ് ഉണ്ടാക്കുന്നത്. കുമിൾ ചെടികളുടെ രോഗങ്ങളുടെ സാധാരണ ലക്ഷണങ്ങൾ ഇലപ്പുള്ളികൾ, ബ്ലൈറ്റുകൾ, തുരുമ്പ്, ചെളികൾ എന്നിവയാണ്. ചെടിയുടെ ടിഷ്യൂ ഈർപ്പമുള്ളപ്പോൾ ഈർപ്പമുള്ളതോ നനഞ്ഞതോ ആയ അവസ്ഥയിലാണ് ഫംഗസ് സസ്യരോഗങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത്. വൈറൽ രോഗങ്ങൾ. ചെടികളിലെ വൈറൽ രോഗങ്ങൾ സസ്യകോശങ്ങളെ ബാധിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്ന വൈറസുകൾ മൂലമാണ് ഉണ്ടാകുന്നത്. വൈറൽ പ്ലാന്റ് രോഗങ്ങളുടെ സാധാരണ ലക്ഷണങ്ങൾ ഇലകളിലെ പാടുകൾ, പാടുമുരടിപ്പ്, ഇലകളിലെ മൊസൈക്ക് പാറ്റേണുകൾ എന്നിവയാണ്. ചെടികളിലെ
ടിഷ്യൂ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും വൈറൽ സസ്യരോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് വൈറസുകൾ ചെടിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നു. പരാന്നഭോജി സസ്യരോഗങ്ങൾ. പരാന്നഭോജികളായ സസ്യരോഗങ്ങൾ പരാന്നഭോജികൾ മൂലമാണ് ഉണ്ടാകുന്നത്. അത് മറ്റു സസ്യങ്ങളുമായി ബന്ധിപ്പിക്കാനും പരാതമാക്കാനും കഴിയും. പരാന്നഭോജി സസ്യരോഗങ്ങളുടെ സാധാരണ ലക്ഷണങ്ങൾ വളർച്ച മുരടിപ്പ്, ഇലകൾ മഞ്ഞനിറം, വാടിപ്പോകൽ എന്നിവയാണ്. ആതിഥേയ സസ്യം ദുർബലമാകുമ്പോഴോ സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴോ പലപ്പോഴും പരാന്നഭോജി സസ്യരോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. മനുഷ്യരെയും സസ്യങ്ങളെയും മാത്രമല്ല മൃഗങ്ങളെയും രോഗങ്ങൾ ബാധിക്കാറുണ്ട്. നമ്മുടെ വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ബാധിക്കുന്ന ഏതാനും രോഗങ്ങൾ നോക്കിക്കേ. കന്നുകാലികളിലെ കുളമ്പുരോഗം, ആന്ത്രാക്സ്, അകിടുവീക്കം, താറാവ് വസന്ത, കോഴി വസന്ത, പക്ഷിപ്പനി, പേവിഷബാധ തുടങ്ങിയവ മൃഗങ്ങൾക്ക് ബാധിക്കുന്ന ഏതാനും രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ശുചിത്വശീലങ്ങൾ. ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ പ്രധാനമല്ലേ വ്യക്തി ശുചിത്വവും? തീർച്ചയായും. ചില ശീലങ്ങൾ നോക്കൂ. ഇവയിൽ ഏതെല്ലാമാണ് നല്ല ആരോഗ്യശീലങ്ങൾ എന്നുള്ളതിന് നേരെ ടിക്ക് ചെയ്യുക. ആദ്യത്തേത് നോക്കിക്കേ. ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. അതൊരു നല്ല ശീലമല്ല. ഭക്ഷണത്തിന് മുൻപും കൈ കഴുകണം. ദിവസവും രാത്രി ആഹാരശേഷം പല്ലു തേക്കാറുണ്ട്. അത് നല്ല ശീലമാണ്. കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല. അത് നല്ല ശീലമല്ല. നഖങ്ങൾ വെട്ടണം. പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. അത് നല്ല ശീലമാണ്. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്. അത് നല്ല ശീലമല്ല. പക്ഷികൾ കടിച്ച പഴങ്ങൾ കഴിക്കാൻ പാടില്ല. തുറന്നു വച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. അത് നല്ല ശീലമാണ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. അത് പാടില്ല. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. അതൊരു നല്ല ശീലമാണ്. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കൂ. നോക്കിക്കേ, ഞാനിവിടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഏതാനും പോസ്റ്ററുകൾ തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോസ്റ്ററുകൾ തയ്യാറാക്കി നോക്കുക. രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാകണമെന്നില്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധശേഷി എന്ന് പറയുന്നു. മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയുണ്ട്. അതുപോലെ ആർജിത രോഗപ്രതിരോധ ശേഷിയുണ്ട്. സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിച്ചാൽ അവയെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ആ പ്രതിരോധ ശേഷിയാണ് എന്ത്? സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി. ഇനി ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ചില രോഗങ്ങൾക്ക്, ഇതുപോലെ പകർച്ചവ്യാധികൾക്ക് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയില്ല. അപ്പോൾ അവയെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണം. ഇതാണെന്ത്? ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്? നമ്മൾ എടുത്തിട്ടുള്ള വാക്സിനുകൾ ഏതൊക്കെയായിരിക്കും മക്കളെ? നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് ചോദിച്ചു നോക്കുക. ചപ്പട്ടയ്ക്ക്, അതുപോലെ തന്നെ 5-ാം പനിക്ക്, കോവിഡിന്, ഇതിനെല്ലാം നമ്മൾ വാക്സിനുകൾ എടുത്തിട്ടുണ്ട്. 16 വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്? ചിക്കൻ പോക്സ്, ഹെപ്പറ്റൈറ്റിസ്, മീസിൽസ്, അതുപോലെ തന്നെ പോളിയോ, ടെറ്റനസ്, ഡിഫ്തീരിയ, ഇതിനുള്ള വാക്സിൻസൊക്കെ നമ്മൾ 16 വയസ്സിന് മുന്നേ ആയിട്ട് എടുക്കേണ്ട വാക്സിനുകളാണ് കേട്ടോ. നമുക്കിവിടെ ഒരു വാക്സിനേഷൻ ചാർട്ട് തന്നിട്ടുണ്ട്. BCG അതായത് ബാസിലസ് കൈൽമെറ്റ് ഗ്വൈറിൻ, OPV, ഹെപ്പറ്റൈറ്റിസ് ബി, FIP അതായത് ഒരു പോളിയോ വാക്സിനാണത്. പിന്നെ RVV റോട്ട വൈറസ് വാക്സിനാണ്. ജനന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് ഇതിൽ OPVയും BCGയും ഹെപ്പറ്റൈറ്റിസ് ബിയും ആണ്. പിന്നെ കുട്ടിക്ക് ഒരു 6 ആഴ്ചയാകുമ്പോൾ നമ്മൾ OPV1ഉം RVV1ഉം പെൻഡാവാലൻറ്റ് 1ഉം FIPV1ഉം PCV1ഉം കൊടുക്കുന്നു. 10 ആഴ്ചയാവുന്ന സമയത്ത് OPV2ഉം RVV2ഉം പെൻഡാവാലൻറ്റ് 2ഉം കൊടുക്കുന്നു. 14 ആഴ്ചയാകുമ്പോൾ OPV3യും RVV3യും പെൻഡാവാലൻറ്റ് 3യും FIPV3യും PCV3യും കൊടുക്കുന്നു.
ഇനി അന്വേഷിച്ച് ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കി നോക്കിക്കേ. പ്രതിരോധ വാക്സിനുകൾ, ഒരു വാക്സിൻ്റെ പേര്, അതുപോലെ തന്നെ ഏത് പ്രായത്തിലാണ് എടുക്കേണ്ടത്, ഏത് രോഗത്തിനെതിരെയാണ് ഈ വാക്സിൻ എടുക്കുന്നത് എന്നുള്ള പട്ടികയാണ് കേട്ടോ. ആദ്യത്തേത് പോളിയോ വാക്സിനാണ്. പോളിയോ വാക്സിന് നമ്മളൊരു 1.5 മാസം ആകുമ്പോഴാണ് പോളിയോ കൊടുക്കുന്നത്. ഏത് രോഗം വരാതിരിക്കാനാണ്? പോളിയോ രോഗം വരാതിരിക്കാനാണ്. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ ജനന സമയത്ത് കൊടുക്കുന്ന വാക്സിനാണ്. അത് മഞ്ഞപ്പിത്തം വരാതിരിക്കാനുള്ളതാണ്. പിന്നെ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ, അത് 10 വയസ്സിലും 16 വയസ്സിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ടെറ്റനസ് അതുപോലെ ഡിഫ്തീരിയയും വരാതിരിക്കാനുള്ള വാക്സിനാണ്. പിന്നെ അതുപോലെ BCGയും നമ്മൾ ജനന സമയത്ത് കൊടുക്കുന്നതാണ്. അത് ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിനാണ്. ഇനി 9 മാസമായ കുട്ടിക്ക് കൊടുക്കുന്ന വാക്സിൻ നോക്കിക്കേ. MR1, അതായത് മീസിൽസ് റുബെല്ല വാക്സിനാണ്. പിന്നെ PCV നമ്മളുടെ ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. പിന്നെ വിറ്റാമിൻ A FIPV3. ഇനി 16 മാസം മുതൽ 24 മാസത്തിനിടയ്ക്ക് കൊടുക്കുന്നത് MR2 OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2. 5 മുതൽ 6 വയസ്സിനിടയ്ക്ക് കൊടുക്കുന്നത് DPT ബൂസ്റ്റർ 2 ആണ്. പിന്നെ 10 വയസ്സിൽ കൊടുക്കുന്നത് TD1 ആണ്, അതായത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിന്. പിന്നെ 16 വയസ്സിൽ കൊടുക്കുന്നത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിന് 2 ആണ് കേട്ടോ. TD2 ആണ് കൊടുക്കുന്നത്. രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും സംബന്ധിച്ച് ആളുകൾക്ക് ശരിയായ അറിവ് നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നാടകം, പാവനാടകം, കാർട്ടൂൺ, പോസ്റ്റർ, നോട്ടീസുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. ഇനി നമുക്ക് വിലയിരുത്താം. ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. വ്യക്തി ശുചിത്വം പാലിക്കാനായി നിങ്ങളുടെ 5 തീരുമാനങ്ങൾ എഴുതൂ. എന്തൊക്കെയാണ് മക്കളെ? ദിവസവും കുളിക്കുക, കൈകാലുകളിലെ നഖം മുറിക്കുക, തുറന്നു വച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക, വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക, കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികൾ ഇരുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ചോദ്യം 2. പകർച്ചവ്യാധികൾ തടയുന്നതിൽ വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും പ്രധാനമാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വിശദീകരിക്കുക. തീർച്ചയായും യോജിക്കുന്നുണ്ട്. പകർച്ചവ്യാധികൾ തടയുന്നതിൽ വ്യക്തി ശുചിത്വം മാത്രം പോരാ, സാമൂഹിക ശുചിത്വവും ആവശ്യമാണ്. നമ്മൾ ദിവസവും കുളിക്കുകയും നഖം മുറിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ വ്യക്തി ശുചിത്വം ഉറപ്പാക്കാനും അതുപോലെ തന്നെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുകയും വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നതിലൂടെ സാമൂഹിക ശുചിത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ടും ചെയ്യുമ്പോൾ മാത്രമേ ഒരു പരിധിവരെ പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ചോദ്യം 3. പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാൻ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളിൽ നിങ്ങൾ യോജിക്കുന്നവയേതെല്ലാം ടിക്ക് ചെയ്യുക. പകരുന്ന രോഗങ്ങൾ നിയന്ത്രിക്കാനാണ് കേട്ടോ. മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക, അത് ശരിയാണ്. മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുക, അത് തെറ്റാണ്. വെള്ളം കെട്ടി നിർത്തേണ്ട സാഹചര്യം അനിവാര്യമെങ്കിൽ അതിൽ ഗപ്പി, ഗാംബൂസിയ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക, അത് ശരിയാണ്. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കേണ്ടതില്ല, അത് തെറ്റാണ്. ഭക്ഷണ സാധനങ്ങൾ കഴുകി മാത്രം ഉപയോഗിക്കുക, അത് ശരിയാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ശരിയാണ്. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക, ശരിയാണ്. ഉറവിട മാലിന്യ സംസ്കരണം ശീലമാക്കുക, അതും ശരിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ എന്ന ഈ 2ാമത്തെ യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ക്ലാസ് എല്ലാ മക്കൾക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്കിനി ആവശ്യമുള്ള വീഡിയോസ് ഏതൊക്കെ ക്ലാസ്സുകളാണ് വേണ്ടതെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത്. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ ശരി, മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്